നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യന്റെ സിലബസ് എന്തായിരിക്കും എന്നുള്ള കാര്യം. ബേസിക്കലി അതെന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഇലക്ട്രീഷ്യൻ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ ബ്രാക്കറ്റിൽ അവിടെ ഇലക്ട്രീഷ്യൻ എന്നുള്ള രീതിയിൽ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 2 മിൽമയിലുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2യുടെ ലാസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ്, അതേപോലെ എപ്പോഴാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചേക്കുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 61/2019 കാറ്റഗറി നമ്പർ അല്ലെ? അപ്പോ ഇത് നമ്മളുടെ സെപ്റ്റംബർ മാസമാണ് എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കോമൺ എക്സാം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഇത്രയും കാറ്റഗറീസിന് വേണ്ടിയിട്ടുള്ള കോമൺ എക്സാം ആയിട്ടാണ് നമ്മൾ ആ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 2 മിൽമയിലുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനെന്താ നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിലബസ് പ്രകാരമാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ സ്കിൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ലൈൻമാൻ എല്ലാത്തിനും ഉള്ള കോമൺ എക്സാമിനൊക്കെ നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അതേ സെയിം സിലബസ് തന്നെയാണ് അന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ ഇനിയും എന്താ, ഇനിയിപ്പോഴുള്ള ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബാർ ഇലക്ട്രീഷ്യൻ എന്നുള്ളതിന് എന്താ സെയിം സിലബസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് അപ്ലൈ ആവാൻ പറ്റുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ആ ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട, കാരണം വെച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇലക്ട്രീഷ്യൻ ഇറ്റ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം സിലബസ് പ്രകാരം ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രീഷ്യൻ ഒക്കെ സെയിം സിലബസ് തന്നെയാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രിസിറ്റി അല്ലെ? മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മുടെ ഓംസ് ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ മാഗ്നറ്റിസം കാര്യങ്ങളൊക്കെ വന്നു. നാലാമത്തെ മൊഡ്യൂളോ ആൾട്ടർനേറ്റിംഗ് കറന്റും അതേപോലെ എർത്തിങ്ങും. അഞ്ചാമത്തെ മൊഡ്യൂൾ ഡി സി മെഷീൻസ് വന്നു. ഓക്കെ, അതെ, അതിലൊന്നും ആഡ് ഓൺ ആയിട്ട് വന്നിട്ടില്ല. ഓക്കെ, മുന്നത്തെ സെയിം സിലബസ് ആണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ നടന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്കിൽഡ് അസിസ്റ്റന്റിന്റെ സിലബസ് നോക്കിയാൽ മതി. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം സെപ്റ്റംബറിൽ വരുന്ന ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്റെ ഒക്കെ സിലബസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സെയിം തന്നെ. മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ എ സി മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് ത്രീ ഫേസ് മോട്ടോഴ്സ്. പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമേഴ്സും അല്ലെ? എട്ടാമത്തെ മൊഡ്യൂളാണ് ഇല്ലുമിനേഷനും ബേസിക് ഇലക്ട്രോണിക്സും. ഒമ്പതാമത്തെ മൊഡ്യൂള് പവർ സിസ്റ്റത്തിലെ പവർ ജനറേഷൻ, അതേപോലെ ജനറേ വേരിയസ് സോഴ്സ് ഓഫ് ജനറേഷൻ, അതേപോലെ വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷൻസ്. അതേപോലെ പത്താമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോ പിന്നെ അവിടെ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഈ സെയിം സിലബസ് തന്നെയാണ് ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നത് ITI ലെവൽ എക്സാംസിന്. ഓക്കെ, അപ്പൊ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ലൈൻമാൻ ആണെന്നുണ്ടെങ്കിലും അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താ ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സിലബസ് എല്ലാത്തിനും സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്താ ഓവറായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണം. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രീഷ്യൻ ഇറ്റ്സെൽഫ്. ഓക്കെ, കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.